ഇന്നത്തെ CNS ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ, അങ്ങനെ ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്തിരിക്ക ഓപ്പറേഷൻ ചെയ്ത സമയത്ത് പെട്ടുപോയ ഒരവസ്ഥ. എത്രയോ വർഷമായി അങ്ങനെ സംഭവിച്ചിട്ട് എന്ന് അവർ പറയുണ്ടായി. 6-7 വർഷമായി ഓപ്പറേഷൻ നടന്നിട്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മന്ത്രിയുടെ വീട് കയറി ആക്രമിക്കലും എല്ലാം നടക്കുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി ആരായിരുന്നു വെച്ചെങ്കിൽ അവർക്കല്ലേ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ മന്ത്രിമാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ മന്ത്രിമാരെ മാത്രം പറഞ്ഞിട്ട് കാര്യം? ഓരോ ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലുള്ള ഇല്ലാത്ത ഫെസിലിറ്റീസ് എന്താ വെച്ചെങ്കിൽ അത് അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അത് കിട്ടിയിട്ട് പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യരംഗത്ത് ഉള്ള ഭരിക്കുന്ന ആൾക്കാരൊരു വിഷയമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ശ്രദ്ധയിൽപ്പെടുത്താതെ കണ്ടേയും പിന്നെ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് വരുന്ന അനാസ്ഥയും അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഈ ഭരിക്കുന്ന ആൾക്കാരെ അപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അതിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ ആരോഗ്യവകുപ്പ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, അത് ചെയ്തത് ആരാച്ചെങ്കിൽ അയാളുടെ അശ്രദ്ധ കൊണ്ടല്ലേ സംഭവിച്ചത്. അപ്പോൾ അവരുടെ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിടുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇനിയൊരു ഡോക്ടർക്ക് ശ്രദ്ധയില്ലാതെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ മാത്രമല്ല, അവർക്ക് ശ്രദ്ധ ഇല്ലാതെ കൊണ്ടാണ് അവർ ഈ ചെയ്യുന്നതെന്നുള്ള ഇതിൻ്റെ ബലത്തിൽ അവർക്ക് അങ്ങനെ ഒരു ജോലിയിൽ എവിടെയും പ്രൈവറ്റായിട്ട് പോലും തുടരാനുള്ളൊരവസ്ഥ അവർക്ക് ഉണ്ടാക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ഡോക്ടർമാർക്കും അവരവരുടെ ജോലി പോകുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയില്ലെങ്കിൽ അവർ വിചാരിക്കും ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്താലും എനിക്ക് പറ്റില്ല എന്നുള്ളത്. അതിന് പോലും പറ്റാത്തൊരു കണ്ടീഷനിൽ അവരുടെ സർട്ടിഫിക്കറ്റുകളാക്കി തീർക്കുക. അപ്പോൾ എന്താ പറയുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒരാളുടെ ജീവൻ വെച്ച് കളിക്കുമ്പോൾ ഒരിത്തിരി ഒരു ശ്രദ്ധയോടുകൂടി ചെയ്യാനുള്ളൊരു മനസ്സവർ കാണിക്കും. ഇതിപ്പോൾ ഒരു ഡോക്ടർ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഡോക്ടർമാർക്കും അതൊരു പഴിയാണ് അല്ലേ? എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും എത്രയോ നന്നായിട്ട് ചെയ്യുന്ന ഡോക്ടർമാരുണ്ടാവും. അവർക്ക് പോലും ഒരു ചീത്തപ്പേരാണ് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ചെയ്തു അങ്ങനെയുള്ളൊരു പേരല്ലേ വരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഡോക്ടർമാർ, ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ജീവനാണെന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും പെരുമാറുക. നമ്മളെന്താന്ന് വെച്ചാൽ, നമ്മൾ കാണുന്ന ദൈവമാണ് നിങ്ങൾ. ഒരു രോഗി കാണുന്ന ദൈവം ആ ഡോക്ടറാണ്. ആ ഡോക്ടറുടെ കയ്യിലാണ് ആ രോഗിയുടെ ജീവനിരിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് രോഗികളെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി. എല്ലാ ഡോക്ടർമാരും ഇപ്പോൾ ഒരേമാതിരി അല്ല കേട്ടോ. എത്രയോ നല്ല ഡോക്ടർമാരുണ്ട്, ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും കൈപ്പിഴ സംഭവിക്കാണ്ടിരിക്കാൻ ഡോക്ടർമാർ, നിങ്ങളൊരു രോഗികളുടെ ദൈവമാണ് നിങ്ങളെന്നുള്ള, രോഗികളങ്ങനെ ചിന്തിക്കണേ. അപ്പോൾ ആ ബോധത്തോടു കൂടി നിങ്ങൾ രോഗികളോടും പെരുമാറുക. ഓക്കെ.